ക്രിസ്മസ് ജസ്റ്റ് കഴിഞ്ഞു. ന്യൂ ഇയർ അടുത്ത് വരുന്നത്. എല്ലായിടത്തും ഭയങ്കര വെക്കേഷൻ മൂഡിലാണ്. എല്ലാവരും ഭയങ്കര സെലിബ്രേഷനിലാണ്. എല്ലായിടത്തും ഭയങ്കര സന്തോഷം, എക്സൈറ്റ്മെന്റ്. ഒരു ADHD ഉള്ള ആൾക്ക് എങ്ങനെയായിരിക്കും ഈ സെലിബ്രേഷൻ ഒക്കെ ഫീൽ ചെയ്യുക എന്നുള്ളത് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞു. ADHD ഉള്ള ഒരാൾ സെലിബ്രേഷൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആളുകളുടെ കൂടെ ഇരിക്കുന്നത്, പാട്ട്, ഡാൻസ്, പാർട്ടി, കമ്മ്യൂണിറ്റി ഇവന്റ്സ്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അതിനൊരു ലിമിറ്റ്. ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ, അതായത് ഇപ്പൊ നമ്മൾ കൂടി നിൽക്കുന്ന ക്രൗഡിൽ ആൾക്കാരുടെ എണ്ണം കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ അൺകംഫർട്ടബിൾ ഫീൽ ഉണ്ടാവും. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടാവും ആ ഒരു ഇവന്റും പരിപാടികളും ആ സമയത്തുള്ള എല്ലാ കൾച്ചറൽ ആയിട്ടുള്ള പ്രോഗ്രാംസും എല്ലാത്തിനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആള് കൂടുന്നത് എന്തുകൊണ്ടോ ഒരു ചെറിയ പ്രശ്നമായിട്ട് ഫീൽ ചെയ്യും. അത് ആ കൂടുന്ന ആളുകളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടോ അവിടെ നടക്കുന്ന പരിപാടി ഇഷ്ടമല്ലാത്തതുകൊണ്ടോ ആ ഒരു സിറ്റുവേഷൻ എന്തോ പേടിയുള്ളതുകൊണ്ടോ ഒന്നുമല്ല. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സെലിബ്രേഷൻ അപ്പോൾ നിർത്തിവെക്കണം എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. ഒരു ADHD ഉള്ള ആളുകൾ കൂടുന്ന സമയത്ത് എക്സോസ്റ്റഡ് ആയിപ്പോകും. ആ ചുറ്റുമുള്ള നോയ്സ് ഒക്കെ ഭയങ്കര ഹെവി ആയിട്ട് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു നോയ്സ് പോകും. നമ്മുടെ മൈൻഡ് ഭയങ്കര ഫുള്ളായിട്ട് ഫീൽ ചെയ്യും. ഇനി ഒന്നിനും സ്ഥലമില്ല. ലൈക്ക് ഐ ജസ്റ്റ് നീഡ് സം സ്പേസ്. അവിടുന്ന് എനിക്ക് പൊതുവെ തോന്നാറുള്ളത് കുറച്ച് മാറി നിന്ന് എല്ലാവരെയും കൂടെ കാണാൻ പറ്റുന്ന, എല്ലാവരെയും എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അറ്റ് ദ സെയിം ടൈം ആ ക്രൗഡിൻ്റെ നടുക്കല്ലാതെ നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കണ്ടെത്തി മാറി നിന്ന് അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം. അതിൻ്റെ അർത്ഥം എനിക്കിങ്ങനെ ആൾ കൂടുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സെലിബ്രേഷൻ ഇഷ്ടമല്ല, ആളുകളെ ഇഷ്ടമല്ല എന്നൊന്നുമല്ല. ആ ഒരു ടൈമിൽ എൻ്റെ ലിമിറ്റ് റീച്ച് ചെയ്തു, എൻ്റെ ലിമിറ്റ് കഴിഞ്ഞു. ആൻഡ് ആ ലിമിറ്റ് കഴിഞ്ഞ് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട്. മെനി ADHDs സെലിബ്രേഷൻ എന്ന് പറയുന്നത് വലിയ പ്രോബ്ലം ഒന്നുമല്ല, പക്ഷെ ക്രൗഡ് കൂടുന്നത് ഒരു ചെറിയ പ്രോബ്ലം. ഒരു സെലിബ്രേഷനൊക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലം എൻജോയ് ചെയ്യാനെന്ന് പറയുന്നത് കുറച്ച് വിട്ട് നിന്ന്, മാറി നിന്ന് അതിനെ ഒബ്സർവ് ചെയ്യുമ്പോഴാണ്. സീ നെക്സ്റ്റ് ടൈം.